നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. മാരിടൈം ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന പേപ്പറിലെ സെക്കൻഡ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ബ്ലോക്കിന്റെ പേര് ലൊക്കേറ്റിംഗ് ദ ട്രഡിഷൻ ഇൻ മെഡീവൽ ടൈംസ് എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റ് ഡൽഹി സുൽത്താനേറ്റ് ആൻഡ് മുഗൾസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പേപ്പറിൽ, അതായത് മാരിടൈം ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന പേപ്പറിൽ മൊത്തത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയുടെ മാരിടൈം റിലേഷൻസിനെ കുറിച്ചും അത് ഇന്ത്യയുടെ സംസ്കാരത്തെ എങ്ങനെയാണ് രൂപപ്പെടുത്തിയെടുത്തത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുമാണല്ലോ. അപ്പൊ ഇവിടെ ഈ ഒരു ഭാഗത്ത് മിഡീവൽ ടൈംസിലെ ഇന്ത്യയുടെ മാരിടൈം റിലേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ തന്നെ ഡൽഹി സുൽത്താനേറ്റ് അതുപോലെ മുഗൾസിന്റെ പീരീഡിലുള്ള ഇന്ത്യയുടെ നാവിക രംഗത്തെ വളർച്ചയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടത്തില് ഇവര് വ്യാപാരത്തെയും സമുദ്ര വ്യവസായത്തെയൊക്കെ വളരെയേറെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അവര് 1206 മുതൽ 1526 വരെയുള്ള ഒരു ദീർഘമായ ഒരു കാലഘട്ടമായിരുന്നു സുൽത്താനേറ്റ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലെ ഇന്ത്യയിലെ ആഭ്യന്തര വിദേശ വ്യാപാരമൊക്കെ വളരെയേറെ വളർച്ച പ്രാപിച്ച ഒരു ഘട്ടം തന്നെയാണ്. ഇവിടെ നല്ല രീതിയിൽ റോഡുകളും നാണയ വ്യവസ്ഥയും അതുപോലെ തുറമുഖങ്ങളും ഒക്കെ മെച്ചപ്പെട്ട് വന്ന ഒരു കാലഘട്ടമായിരുന്നു സുൽത്താനേറ്റ് പീരീഡ് എന്ന് പറയുന്നത്. ഇവര് ഈ വ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൈക്കൊണ്ട നടപടികൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഒന്നാമത്തേത് ഗതാഗതം, അതായത് സുരക്ഷിതമായിട്ടുള്ള ഗതാഗത മാർഗങ്ങൾ, ഗതാഗത സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുക എന്നത് വ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പ്രധാനപ്പെട്ട വ്യാപാര പാതകളിലൊക്കെ കാവൽ ഒക്കെ ഏർപ്പെടുത്തി സരായികൾ എന്ന് പറയുന്ന ഒരു ആളുകൾക്ക്, അതായത് കച്ചവടക്കാർക്ക് റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റെസ്റ്റിംഗ് പ്ലേസസ് ഒക്കെ അവര് സ്ഥാപിച്ചു. സത്രങ്ങളൊക്കെ പോലെയുള്ള കേന്ദ്രങ്ങൾ അവർ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ കൊള്ളക്കാരെയും ഇനി കടലിലെയും കരയിലെയും ഒക്കെ കടൽ കൊള്ളക്കാരെയൊക്കെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ വളരെ ശക്തമായിട്ട് ഡൽഹി സുൽത്താനേറ്റ് പീരീഡിൽ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വ്യാപാരികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കിയിരുന്നു. ഇനി റോഡുകളുടെ വികസനം എടുത്തു പറയേണ്ട മറ്റൊരു പോയിന്റ് ആണ്. റോഡുകളുടെ അതുപോലെ തന്നെ തുറമുഖങ്ങളും, ഇനി തുറമുഖങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന റോഡുകളുടെയും ഒക്കെ പ്രത്യേക വികസന പ്രവർത്തനങ്ങൾ ഇവര് വളരെ അധികം ശ്രദ്ധ കൊടുത്തിട്ടുള്ള ഒരു മേഖല തന്നെയായിരുന്നു. ഡൽഹി, ലാഹോർ, മുൾട്ടാൻ, ഗുജറാത്ത് തുടങ്ങിയ പ്രദേശങ്ങളിലേക്കൊക്കെ നല്ല റോഡ് ഗതാഗതം ശക്തിപ്പെടുത്തിയിരുന്നു. ഇത് വ്യാപാര ബന്ധത്തെ ഊർജിതപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെ ആയിരുന്നു. അതുപോലെ തന്നെ നാണയ വ്യവസ്ഥയുടെ പരിഷ്കാരമാണ് മറ്റൊന്ന്. അവിടെ നിലവിലുള്ള നാണയ വ്യവസ്ഥയൊക്കെ സമൂലമായിട്ട് മാറ്റുകയും വളരെ നിലവാരമുള്ള വെള്ളി ടാങ്ക എന്ന് പറയുന്ന വെള്ളി നാണയവും അതുപോലെ ജിറ്റാൽ എന്ന് പറയുന്ന ചെമ്പ് നാണയവും ഒക്കെ ഇൽത്തുമിഷിന്റെ ഒക്കെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടാക്കിയെടുത്തതൊക്കെ നമുക്കറിയാം. അപ്പൊ അത്തരം നാണയങ്ങളുടെ ഒക്കെ പ്രചാരം എന്ന് പറയുന്നത് കച്ചവടത്തെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുന്നത് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഏകീകൃതമായിട്ടുള്ള നാണയ വ്യവസ്ഥ വ്യാപാരത്തെ എളുപ്പമാക്കാനും സഹായിച്ചിട്ടുണ്ട്. മറ്റൊന്നാണ് മാർക്കറ്റ് കൺട്രോൾ അഥവാ വിപണികളുടെ നിയന്ത്രണം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അലാവുദ്ദീൻ ഖിൽജിയുടെ കാലത്തുള്ള കമ്പോള പരിഷ്കരണമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇവിടെ അളവ് തൂക്ക വ്യവസ്ഥയുടെ ഒരു കൃത്യതയൊക്കെ ഉറപ്പുവരുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യാപാരത്തിലെ തട്ടിപ്പുകളൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള നടപടികളും ഈ കാലഘട്ടത്തിൽ സ്വീകരിക്കുകയുണ്ടായിട്ടുണ്ട്. നഗരവികസനമാണ് മറ്റൊരു പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. ഡൽഹി, ലാഹോർ, മുൾട്ടാൻ തുടങ്ങിയ പ്രധാനപ്പെട്ട നഗര കേന്ദ്രങ്ങളെല്ലാം തന്നെ വലിയ വ്യാപാര കേന്ദ്രങ്ങളായിട്ട് വളർന്നത് സുൽത്താനേറ്റ് പീരീഡിലായിരുന്നു. കരകൗശല ഉൽപ്പന്നങ്ങളൊക്കെ അതിന്റെയൊക്കെ പ്രൊഡക്ഷനൊക്കെ വർദ്ധിച്ചത് ഈ ഒരു കാലഘട്ടത്തിലാണ്. കൂടാതെ ഒരുപാട് ഓഷ്യാനിക് വെഞ്ചേഴ്സും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് സമുദ്ര വ്യാപാര സംരംഭങ്ങൾ ധാരാളമായിട്ട് വികാസം പ്രാപിച്ച ഒരു ഘട്ടം കൂടിയാണിത്. ഡൽഹി സുൽത്താനേറ്റ് വളരെ ശക്തമായിട്ടുള്ള ഒരു നാവിക സാമ്രാജ്യം സ്ഥാപിച്ചിട്ടില്ല, അത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. പക്ഷെ എങ്കിലും ഇവര് സമുദ്ര വ്യാപാരത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ കിഴക്ക് പടിഞ്ഞാറൻ തീരങ്ങളിലൊക്കെ തന്നെ തുറമുഖങ്ങൾക്ക് ഒരു അന്തർദേശീയ പ്രാധാന്യമുള്ള തുറമുഖങ്ങളായിരുന്നു ഇവയെല്ലാം തന്നെ. ഇനി ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത് ക്യാമ്പെ തുറമുഖമാണ്. ക്യാമ്പെ തുറമുഖത്തിനെ അന്ന് ഖമ്പാത്ത് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഗുജറാത്തിലെ പ്രധാനപ്പെട്ട ഒരു തുറമുഖമാണല്ലോ ക്യാമ്പെ. ഇന്നും നിലവിലുള്ള തുറമുഖമാണല്ലോ. ഇനി മറ്റൊന്നാണ് കോഴിക്കോട് കാലിക്കറ്റ് തുറമുഖം. സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു കാലിക്കറ്റ്. ഇനി കൊയിലോൺ ആണ്. കൊയിലോൺ കൊല്ലം.
അറബ് ചൈനീസ് വ്യാപാരികളുടെ പ്രധാനപ്പെട്ട തുറമുഖമായിരുന്നു കൊയിലോൺ എന്നറിയപ്പെടുന്നത്. ഇനി സൂററ്റ്, ഗുജറാത്തിലെ സൂററ്റ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട തുറമുഖം, വ്യാപാര കേന്ദ്രം എന്ന് പറയുന്നത്. ഇനി അക്കാലത്തെ വിദേശ വ്യാപാര ബന്ധങ്ങളെ കുറിച്ച് നോക്കാം. ഡൽഹി സുൽത്താനറ്റിൽ അറേബ്യ, പേർഷ്യ, അതുപോലെ തന്നെ മധ്യേഷ്യയിലെ വിവിധ രാജ്യങ്ങള്, ചൈന, ശ്രീലങ്ക, തെക്ക് കിഴക്കൻ ഏഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ ശക്തമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങൾ നിലവിലുണ്ടായിരുന്നു. ഇനി കുരുമുളകും അതുപോലെ ഏലം, പരുത്തി, പട്ട്, പഞ്ചസാര, അതുപോലെ ഇൻഡിഗോ, നീലം അല്ലെ, നീലം, ആനക്കൊമ്പ്, അതുപോലെ വിലപിടിപ്പുള്ള രത്നങ്ങള്, കല്ലുകള് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ കയറ്റുമതി ചെയ്തിരുന്നു. അതുപോലെ കുതിരയും സ്വർണവും, പല ലോഹങ്ങള്, പട്ടുവസ്ത്രങ്ങള്, ഗ്ലാസ് പാത്രങ്ങള്, ആഡംബര വസ്തുക്കൾ, ഇതെല്ലാം തന്നെ വീഞ്ഞ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇറക്കുമതി ചെയ്യുകയും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി വ്യാപാരത്തില് മുസ്ലിം വ്യാപാരികളുടെ പങ്ക് ഈ ഒരു കാലഘട്ടത്തിൽ വളരെ നിർണായകമായിരുന്നു. അറബ്, പേർഷ്യൻ വ്യാപാരികളൊക്കെ ധാരാളമായിട്ട് ഇന്ത്യയുമായിട്ട് കച്ചവട ബന്ധം സ്ഥാപിച്ച ഒരു പീരീഡാണ് സുൽത്താനേറ്റ് പീരീഡ് എന്ന് പറയുന്നത്. ഗുജറാത്ത്, മലബാർ തീരമൊക്കെ അന്തർദേശീയ പ്രാധാന്യം പിടിച്ചുപറ്റിയ ഒരു കാലഘട്ടമായിരുന്നു. ധാരാളം അറബി കപ്പലുകളൊക്കെ നമ്മുടെ മലബാർ തീരത്തൊക്കെ ദിവസേന എന്ന പോലെ വന്നു പോകുന്ന ഒരു സാഹചര്യം. വളരെ തിരക്കേറിയ തുറമുഖമായിട്ട് നമ്മുടെ കൊയിലോൺ, കൊല്ലമൊക്കെ മാറുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത്. ഇനി ഇവരുടെ വ്യാപാര നയത്തിന്റെ, അതായത് സുൽത്താൻമാരുടെ വ്യാപാര നയത്തിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, ഇവർ ഒരേ സമയം ആഭ്യന്തര വ്യാപാരത്തെയും അതുപോലെ വൈദേശിക അന്തർദേശീയ വ്യാപാരത്തെയും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളാണ് ഇവര് സ്വീകരിച്ചിരുന്നത്. നഗരവൽക്കരണം ഈ ഘട്ടത്തില് ത്വരിതപ്പെട്ടു. അതുപോലെ തന്നെ കരകൗശല വ്യവസായങ്ങളൊക്കെ വലിയ രീതിയിൽ വളർന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത്. ഇനി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യാപാരത്തിലെ ഇന്ത്യയുടെ സ്ഥാനം വളരെ ശക്തമായിട്ട് അടയാളപ്പെടുത്തിയ ഒരു കാലഘട്ടമായിരുന്നു സുൽത്താനേറ്റ് പീരീഡ് എന്ന് പറയുന്നത്. ഇനി സുൽത്താൻമാർക്ക് ശേഷം നമുക്ക് 1526 അതോടുകൂടി പാനിപ്പത്ത് യുദ്ധത്തോടു കൂടിയിട്ട് സുൽത്താൻമാരുടെ കാലഘട്ടം അവസാനിച്ചു. പിന്നെ ഇന്ത്യയിൽ മറ്റൊരു മധ്യകാലഘട്ടത്തിലെ തന്നെ മറ്റൊരു യുഗം എന്ന് അടയാളപ്പെടുത്തുന്ന മുഗൾ കാലഘട്ടമാണ് ആരംഭിക്കുന്നത്. അപ്പൊ ബാബർ സ്ഥാപിച്ചിട്ടുള്ള മുഗൾ സാമ്രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഈ ഒരു സുൽത്താൻമാരുടെ ഈ ഒരു വ്യാപാര അടിത്തറ വളരെ ശ്രദ്ധേയമാണ്, അല്ലെങ്കിൽ വളരെ സഹായിച്ചിട്ടുണ്ട് എന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഈ ഭാഗത്തു നിന്ന് നോക്കുന്നത് സുൽത്താൻ കാലഘട്ടത്തിന് ശേഷം വന്ന മുഗളന്മാരുടെ വ്യാപാരവുമായി ബന്ധപ്പെട്ട അവരുടെ അന്തർദേശീയവും അതുപോലെ ആഭ്യന്തരവുമായിട്ടുള്ള വ്യാപാരത്തെ കുറിച്ചാണ്. പുരാതന ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ വളരെയേറെ പങ്കുവഹിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇൻലാൻഡ് ട്രേഡ് എന്ന് പറയുന്നത്, അതായത് ആഭ്യന്തര വ്യാപാരം എന്ന് പറയുന്നത്. അപ്പൊ ആഭ്യന്തര വ്യാപാരം രാജ്യത്തിനുള്ളില് വിവിധ പ്രദേശങ്ങൾ തമ്മിൽ നടത്തുന്ന വ്യാപാര ബന്ധമാണ്. നമുക്കറിയാം വൈദേശിക വ്യാപാരം എന്ന് പറഞ്ഞാല് ഒരു വിദേശ രാജ്യം, ഇപ്പൊ ഇന്ത്യക്ക് അകത്ത് നടക്കുന്നത് ആഭ്യന്തരം, ഇന്ത്യയും മറ്റൊരു രാജ്യവുമായിട്ട് നടക്കുന്നത് അന്തർദേശീയം അല്ലെങ്കിൽ വൈദേശിക വ്യാപാരം എന്നൊക്കെ പറയും. അപ്പൊ ആഭ്യന്തര വ്യാപാരത്തിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇത് ഗ്രാമങ്ങളെയും നഗരങ്ങളെയും ലിങ്ക് ചെയ്യുന്ന ഒരു കണ്ണിയായിരുന്നു. അതുപോലെ കരമാർഗവും നദിമാർഗവും ഒക്കെയുള്ള ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടാനും ഈ ആഭ്യന്തര വ്യാപാരം സഹായകമായിട്ടുണ്ട്. കൂടാതെ ഇതിന് മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് വൈദേശിക ചന്തകളും മാർക്കറ്റുകളും ആഴ്ച ചന്തകളും ഒക്കെ വളരെ ശക്തമാകാനുള്ള അവസരം ഇതോടുകൂടി ലഭിച്ചു. കൂടാതെ വ്യാപാര ശ്രേണികൾ അഥവാ ഗിൽഡുകൾ ഫോം ചെയ്യാനും അത് വ്യാപാരത്തെ കൺട്രോൾ ചെയ്യുന്ന വലിയ കച്ചവട സംഘങ്ങൾ രൂപീകരിക്കാനൊക്കെ ഇത് കാരണമായിട്ടുണ്ട്. അതുപോലെ നാണയ വ്യവസ്ഥ, വിനിമയ സമ്പ്രദായം ഒക്കെ വളരെ നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് ആവാനൊക്കെ ഇത്തരം ആഭ്യന്തര വ്യാപാരം സഹായിച്ചിട്ടുണ്ട്. ഗംഗ, യമുന, ഗോദാവരി നദികളിലൂടെയൊക്കെ തന്നെ കൃഷ്ണ, കാവേരി ഈ നദികളൊക്കെ തന്നെ ജലഗതാഗതത്തിന് വളരെ അധികം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ആഭ്യന്തര വ്യാപാരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നം ഉപ്പ്, പരുത്തിത്തുണി, പട്ട്. പിന്നെ നമ്മൾ സാധാരണ വിദേശ വ്യാപാരവുമായി കണക്ട് ചെയ്ത് നമ്മൾ ഉപ്പ് അത്രയൊന്നും പരാമർശിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ആഭ്യന്തര വ്യാപാരത്തിലെ ഉപ്പ് ഒരു പ്രധാനപ്പെട്ട ഉൽപ്പന്നമായിരുന്നു. അതുപോലെ എണ്ണ, ശർക്കര ഇതെല്ലാം തന്നെ ആഭ്യന്തര വ്യാപാരത്തില് പ്രധാനപ്പെട്ടതായിരുന്നു. ഇനി വിദേശ വ്യാപാരമാണ്. വിദേശ വ്യാപാരം ഇന്ത്യയും മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരമാണല്ലോ. അപ്പൊ കരമാർഗവും സമുദ്രമാർഗവും ഒക്കെ ഇതിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കരമാർഗം ഒരു ഘട്ടത്തില് കരമാർഗം തടസ്സപ്പെട്ടു. ആ ഘട്ടത്തിലാണ് നമുക്കറിയാം കോൺസ്റ്റാന്റിനോപ്പിൾ അല്ലെ, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ 1453 പിടിച്ചടക്കുന്നതോട് കൂടിയിട്ട് ഈ കരമാർഗമുള്ള കച്ചവടം അവസാനിക്കുകയാണ്. പിന്നീട് പുതിയൊരു യുഗം വാസ്കോഡിഗാമ ഇവിടെ വന്നതൊക്കെ നമ്മൾ
മുൻ ക്ലാസ്സുകളിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഘട്ടം മുതല് പുതിയ ഒരു സമുദ്രമാർഗം ഇന്ത്യയിലേക്ക് കണ്ടെത്തി. ഈ സമുദ്രമാർഗം കണ്ടെത്തിയോടുകൂടി തന്നെ ഇതാണ് കുറച്ചുകൂടി ചിലവ് കുറഞ്ഞ മാർഗം എന്നത്. ചിലവ് കുറയ്ക്കുക എന്നത് കച്ചവടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അപ്പൊ ചെലവ് കുറഞ്ഞ മാർഗം എന്ന നിലയില്, അതുപോലെ കുറച്ചുകൂടി സൗകര്യപ്രദം എന്ന നിലയിലും അല്ലെങ്കിൽ സമുദ്രമാർഗമുള്ള വ്യാപാരത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുകയാണ്. റോമ സാമ്രാജ്യവുമായിട്ടും അറേബ്യൻ, അതുപോലെ പേർഷ്യ, ചൈന, ശ്രീലങ്ക, തെക്ക് കിഴക്കൻ ഏഷ്യ തുടങ്ങിയ രാജ്യങ്ങളും ഒക്കെ ആയിട്ട് ഈ കച്ചവട ബന്ധം ഈ ഘട്ടത്തില് ശക്തമാകുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ മലബാർ തീരത്ത് ധാരാളമായിട്ട് അറേബ്യൻ, ചൈന, ആഫ്രിക്കൻ തീരത്ത് നിന്നൊക്കെയുള്ള കച്ചവടക്കാര് ഇവിടെ വന്നിട്ട് വ്യാപാരം നടത്തുന്നുണ്ടായിരുന്നു. ഇനി അന്നത്തെ പ്രധാനപ്പെട്ട തുറമുഖങ്ങള് മലബാർ തീരത്ത് മുസിരിസ് അഥവാ കൊടുങ്ങല്ലൂര്, കോഴിക്കോട്, കൊല്ലം, കൊച്ചി, ബേപ്പൂര് എന്നിവയായിരുന്നു ഈ മലബാർ തീരത്തെ പ്രധാനപ്പെട്ട തുറമുഖങ്ങള്. ഈ മലബാർ തീരത്തിന് കൊങ്കൺ തീരം എന്ന് പറയാറുണ്ട് അല്ലെ. കൊങ്കൺ റെയിൽവേ നമുക്കറിയാലോ, ഗോവ ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് പോകുന്ന കൊങ്കൺ തീരം. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് ഭാഗം, അതായത് നമ്മുടെ തമിഴ്നാടിന്റെ ഒക്കെ ഭാഗമാണ് കൊറമോണ്ടൽ തീരം എന്നറിയപ്പെടുന്നത്. അപ്പൊ കൊറമോണ്ടൽ തീരം അല്ലെങ്കിൽ കോറമണ്ടൽ തീരത്ത് കാവേരി പൂമ്പട്ടണത്തെയാണ് നമ്മൾ പുഹാർ എന്ന പേരിലൊക്കെ ഹിസ്റ്ററിയിൽ പഠിക്കുന്നത്. നാഗപട്ടണം, മാമല്ലപുരം അഥവാ മഹാബലിപുരം, അതുപോലെ തൂത്തുക്കുടി, പുലിക്കെട്ട് തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ ആയിരുന്നു പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ, കൊറമാണ്ടൽ തീരത്തെ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ. ഇവിടെ കുരുമുളകും, ഏലവും, പരുത്തുണികളും, ഇൻഡിഗോയും, മുത്ത്, ആനക്കൊമ്പ്, ചന്ദനം, രത്നങ്ങൾ തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും കയറ്റുമതി ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഇറക്കുമതിയിലും സ്വർണം, കുതിര, പട്ടുവസ്ത്രങ്ങള്, ഗ്ലാസ് പാത്രങ്ങള്, വീഞ്ഞ്, പവിഴം തുടങ്ങിയ ഉൽപ്പന്നങ്ങളൊക്കെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഒരു രാജ്യത്തിന്റെ കച്ചവടത്തിന്റെ വികസനത്തിലെ കച്ചവടത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് മാരിടൈം കച്ചവടത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. നമുക്ക് മുഗൾ സാമ്രാജ്യത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ നമ്മൾ ഈ ഒരു ആഭ്യന്തര വ്യാപാരം, അതുപോലെ വൈദേശിക വ്യാപാരത്തെയും ഒന്ന് സ്പെസിഫിക് ആയിട്ട് ഡിസ്കസ് ചെയ്തു എന്നേ ഉള്ളൂ. നമുക്ക് വീണ്ടും മുഗൾ സാമ്രാജ്യത്തിലേക്ക് നമ്മൾ തിരികെ വരികയാണ്. അപ്പൊ മുഗൾ സാമ്രാജ്യം 1526 മുതൽ 1707 വരെ ഉള്ള ദീർഘമായ ഒരു കാലഘട്ടത്തില് ഉണ്ടായിട്ടുള്ള, നമ്മുടെ മധ്യകാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഭരണമായിരുന്നു മുഗൾ സാമ്രാജ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിന്റെ ഒരു സുവർണ കാലഘട്ടമായിട്ടാണ് ഈ ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നത്. സുൽത്താൻ പീരീഡ് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ, വളരെയേറെ വികാസം പ്രാപിച്ചിരുന്നു. അത് കൂടുതൽ ശക്തമാവുകയും കൂടുതൽ ഉന്നതമായ തലത്തിലേക്ക് വിദേശ വ്യാപാരം എത്തുകയൊക്കെ ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു ഇത്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തില് ഇന്ത്യ ലോകത്തിലെ പ്രധാന വ്യാപാര കേന്ദ്രമായിട്ട്, അല്ലെങ്കിൽ ലോകത്തിന്റെ വ്യാപാര ഭൂപടത്തിലെ ഇന്ത്യ അടയാളപ്പെടുത്തപ്പെട്ട ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ യൂറോപ്പുമായിട്ടും അറേബ്യയുമായിട്ടും പേർഷ്യ, ചൈന, തെക്ക് കിഴക്കൻ ഏഷ്യ ഈ പ്രദേശങ്ങളുമായിട്ടൊക്കെ ഇന്ത്യക്ക് കച്ചവട ബന്ധം ഉണ്ടായിരുന്നു. മുഗൾ സാമ്രാജ്യത്തിന്റെ പ്രത്യേക വിദേശ നയം തന്നെയാണ് ഈ കച്ചവടത്തെ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് കാരണമായിട്ടുള്ളത്. ആഭ്യന്തര വിദേശ വ്യാപാരത്തിനൊക്കെ മുഗൾ ഭരണാധികാരികൾ പ്രോത്സാഹനം നൽകിയിരുന്നു. റോഡുകള്, സരായി, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു, സരായികള്, തുറമുഖങ്ങള് ഒക്കെ വികസിപ്പിച്ചെടുത്തു. വെള്ളി രൂപ കൂടുതൽ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു നാണയ വ്യവസ്ഥ കൊണ്ടുവന്നു. അപ്പോൾ വളരെ അടിസ്ഥാന സ്ഥിരതയുള്ള ഒരു നാണയ വ്യവസ്ഥയായിരുന്നു ഇത്. അപ്പൊ ഇത് വ്യാപാരത്തെ സ്വാഭാവികമായിട്ടും സുഗമമാക്കും. അങ്ങനെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വസ്ത്രങ്ങൾക്കൊക്കെ ആഗോളതലത്തിൽ വലിയ ഡിമാൻഡ് ഉണ്ടായ ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. സൂററ്റ് ഒരു പ്രധാന തുറമുഖമായിട്ട്, സുൽത്താൻ പീരീഡിൽ തന്നെ സൂററ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, പക്ഷെ അത് കൂടുതൽ ശക്തമാകുന്നത് മുഗൾ പീരീഡിലായിരുന്നു. അതുപോലെ ഹൂഗ്ലി, ബംഗാളിലെ ഹൂഗ്ലി ഒരു പ്രധാനപ്പെട്ട ചണം, അതുപോലെ പരുത്തി കയറ്റി അയക്കുന്ന പ്രധാനപ്പെട്ട ഒരു തുറമുഖമായിട്ട് ഹൂഗ്ലി വന്നു. കൂടാതെ കോറമണ്ടൽ തീരത്ത് തന്നെ മസൂലിപ്പട്ടണം, നമ്മുടെ മലബാർ തീരത്ത്, കൊങ്കൺ തീരത്ത് കോഴിക്കോടും കൊച്ചിയും പ്രധാനപ്പെട്ട തുറമുഖങ്ങളായിട്ട് വന്ന ഒരു പീരീഡ് ആയിരുന്നു ഇത്. കയറ്റുമതി ഉൽപ്പന്നങ്ങളായിരുന്നു പരുത്തിയും മസ്ലിനും പട്ടുവസ്ത്രങ്ങളും. ഈ മസ്ലിൻ തുണിക്കൊക്കെ വിദേശത്തൊക്കെ വലിയ ഒരു ഡിമാൻഡ് ഉള്ള തുണിയായിരുന്നു. മസ്ലിൻ കൊട്ടാര നർത്തകിമാരുടെയൊക്കെ പ്രിയപ്പെട്ട വസ്ത്രമായിരുന്നു. നമുക്കറിയാം അല്ലെ, മസ്ലിൻ തുണിയുടെയൊക്കെ വർണ്ണനകൾ, വിവരണങ്ങളൊക്കെ നമുക്ക് പല പുരാതന ഗ്രന്ഥങ്ങളിലും വളരെ വിശദമായിട്ട് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ പഞ്ചസാരയൊക്കെ കയറ്റുമതി ചെയ്യുകയും അതുപോലെ
പട്ടും ഗ്ലാസ് പാത്രങ്ങളും ഒക്കെ പൊതുവായിട്ടുള്ള, അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു എക്സാമിന് പഠിക്കുന്ന അർത്ഥത്തില് ഈ കയറ്റുമതി ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ഉൽപ്പന്നങ്ങളും ഏകദേശം ഇന്ത്യയുടെ എല്ലാ കാലം പരിശോധിക്കുമ്പോൾ ഏകദേശം സമാനമായിരുന്നു അല്ലെ. കയറ്റുമതി ചെയ്യുന്ന ചില ഉൽപ്പന്നങ്ങൾ, ഇന്ത്യയിൽ ഇൻഡിജീനസ് ആയിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ചില പ്രോഡക്ട്സും, അതുപോലെ ഇറക്കുമതി ചെയ്യുന്ന ചില കോമൺ ആയിട്ടുള്ള ചില പ്രോഡക്ട്സും, അത് നമുക്ക് റോമൻ പീരീഡിലാവട്ടെ, ഗ്രീക്കുകാരുമായിട്ടുള്ള കച്ചവടത്തിലാവട്ടെ, ഇനി സുൽത്താൻ മുഗൾ പീരീഡിലാവട്ടെ, ഇനി അതിനുശേഷവും ഒക്കെ അല്ലെ, നമുക്ക് ഈ ഒരു രീതി തന്നെയാണ്. അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഇതൊക്കെ കോമൺ ആയിട്ടാണ് പഠിച്ചു വെക്കേണ്ടത്. ഇനി ഈ മുഗൾ പീരീഡിലെ കച്ചവടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ യൂറോപ്പുമായിട്ട് കച്ചവടം വളരെ സുശക്തമാകുന്ന ഒരു പീരീഡാണ്. അതായത് ഹോളണ്ടുമായിട്ടും ഇംഗ്ലണ്ടുമായിട്ടും പോർച്ചുഗലും ഫ്രാൻസും ഒക്കെ ആയിട്ട് ഈ ഒരു യൂറോപ്യൻ രാജ്യങ്ങൾ, ഡെൻമാർക്ക് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടൊക്കെ കച്ചവടം ശക്തമാണ്. അതുപോലെ പിന്നെ അറേബ്യ, പേർഷ്യ, ചൈന തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടും കച്ചവടം വളരെ ശക്തമായിട്ട് നടന്നു. ഇനി നമ്മൾ നോക്കുന്നത് വിദേശ വ്യാപാര കമ്പനികളെ കുറിച്ചാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സമ്പത്തും സുഗന്ധവ്യഞ്ജനങ്ങളും ഒക്കെ ലക്ഷ്യമിട്ടിട്ടാണ് വ്യാപാര സ്ഥാപനങ്ങള്, വ്യാപാര കമ്പനികള് രൂപീകരിക്കുന്നത്. പോർച്ചുഗീസ് കമ്പനിയാണ് ആദ്യമായിട്ട് 1498 വാസ്കോഡ ഗാമ ഇവിടെ എത്തുന്നത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ വ്യാപാര ശക്തിയാണ് വാസ്കോഡ ഗാമയുടെ നേതൃത്വത്തിൽ വന്ന പോർച്ചുഗല്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പോർച്ചുഗീസ് വ്യാപാര കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് കൊച്ചി, ഗോവ, കോഴിക്കോട് എന്നിവയായിരുന്നു. ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത് 1600 1600 ഡിസംബർ 31 സ്ഥാപിച്ച, ആ വർഷത്തിന്റെ ഒടുക്കത്തിൽ സ്ഥാപിച്ച ഒരു കമ്പനിയാണിത്. ഇനി 1608 ഇവര് സ്ഥാപിക്കുന്നത് ഇന്ത്യയിലല്ല, അങ്ങ് ഇംഗ്ലണ്ടിലായിരുന്നു. പിന്നീട് അവർ ഇന്ത്യയിലേക്ക് വരുന്നത് 1608 സൂററ്റ്, മദ്രാസ്, ബോംബെ, കൽക്കത്ത തുടങ്ങിയവയായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട സെന്റേഴ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കമ്പനി ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. 1602 സ്ഥാപിതമായി. സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിൽ തന്നെയായിരുന്നു ഈ കമ്പനിയും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. കൊച്ചി, നാഗപട്ടണം, പുലിക്കട്ട് തുടങ്ങിയവയായിരുന്നു പ്രധാനപ്പെട്ട ഡച്ച് കേന്ദ്രങ്ങൾ. പിന്നെ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1664 പുതുച്ചേരി, ചന്ദ്രനഗർ, കാരക്കല്, മാഹി, യാനം, ഇങ്ങനെ ഈ ഒരു പ്രദേശങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോ ഇവയായിരുന്നു പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ. ഇനി ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്നത് 1616 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങള് ട്രാൻക്യുബാർ, അത് തരങ്കമ്പാടി എന്നൊരു തമിഴ്നാട്ടിലെ ഒരു പ്രദേശമാണ്. ട്രാൻസ്ക്യുബാർ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അതുപോലെ സെറാംപൂർ, ഈ പ്രദേശങ്ങളായിരുന്നു. ഇനി യൂറോപ്യൻ വ്യാപാര കമ്പനികൾ ഇവിടെ ചെലുത്തിയിട്ടുള്ള സ്വാധീനം എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ അടുത്തതായിട്ട് പരിശോധിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് പ്രധാനപ്പെട്ട ഇവിടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കമ്പനികളെ കുറിച്ചാണ്, വിദേശ കമ്പനികൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്. ഇനി നമ്മൾ കമ്പനികളുടെ ഇവിടുത്തെ സ്വാധീനം അതെങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഇപ്പൊ ഇന്ത്യയുടെ വിദേശ വ്യാപാര നയം കൂടുതൽ വികസിച്ച ഒരു കാലഘട്ടമാണ് ഇത്. ഇപ്പൊ പുതിയ വ്യാപാര രീതികള്, ഉദാഹരണത്തിന് ഈ ബാങ്കിങ്, ഇൻഷുറൻസ് തുടങ്ങിയ സമ്പ്രദായങ്ങളൊക്കെ വികാസം പ്രാപിച്ച ഘട്ടമായിരുന്നു ഇത്. അതുപോലെ ധാരാളം തുറമുഖ നഗരങ്ങൾ വളർന്നു വന്നിട്ടുണ്ട്. യൂറോപ്യൻ ശക്തികൾ തമ്മിലുള്ള കിടമത്സരങ്ങൾ, മാർക്കറ്റിന് വേണ്ടിയിട്ടും റോ മെറ്റീരിയലിന് വേണ്ടിയിട്ടൊക്കെയുള്ള കിടമത്സരങ്ങൾ ശക്തമായ ഒരു പീരീഡാണ്. പിന്നീട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രാഷ്ട്രീയ അധികാരം നേടി ഒരു കൊളോണിയൽ പവർ ആയിട്ട് ഇന്ത്യയെ ഒരു കോളനി രാഷ്ട്രമാക്കി മാറ്റുന്നതൊക്കെ ഇത്തരം ഇവരുടെ വ്യാപാര നയത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഈ മുഗൾ കാലഘട്ടത്തില് അവരുടെ വ്യാപാര നയത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം വിദേശ കമ്പനികൾക്കൊക്കെ ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പൊ അതിന്റെ കൊളോണിയൽ ആസ്പെക്ട് അല്ല, മറിച്ച് കച്ചവടം, വ്യാപാരത്തിന് മുഗളന്മാർ കൊടുത്തിട്ടുള്ള പ്രാധാന്യമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്.